ബിക്കോസ് ആൾക്കാർ ഓൾറെഡി കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും ചെവിയും കണ്ണും ഉണ്ട്. ട്രിഗർ ആവുന്നുണ്ടോ? തോന്നിവാസം പറഞ്ഞ ട്രിഗർ ആവുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ എന്താ പ്രശ്നം? എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഗസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആര് പറയുന്നത് കേൾക്കുന്നത്? എനിക്ക് ശമ്പളം തരുന്ന ഗസ്റ്റുകളല്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ. ഗസ്റ്റുകൾക്ക് മറുപടി അറിയേണ്ട ആവശ്യം എനിക്കില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. പണിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. നിങ്ങൾ സ്റ്റാർ ഞാൻ ജോലി ചെയ്ത കിട്ടിയ സാധനം. നിങ്ങൾ ജോലി എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. തൊഴിലവകാശം ലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കും. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സീറോ സ്റ്റാൻഡേർഡ് ഈ ഹൗസിൽ. എന്താ അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ബിക്കോസ് ഇദ്ദേഹത്തെ പോലുള്ള ചീഫ് ഗെയിമിന് വേണ്ടിയിട്ട് എന്റെ സമയം കളയാൻ താല്പര്യമില്ല. വേണം എനിക്ക് തിരിച്ചു പോയി. കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ തുറന്നു പറയുമ്പോൾ കുരു പൊട്ടും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ട പാരന്റ്സ് ആണ് ഈ ലോകത്തിലെ ഓരോ ബസ് സ്റ്റാൻഡിലും ബസ്സിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ഇതുപോലെ. ഇപ്പൊ എന്താ പറഞ്ഞു? ബസ് സ്റ്റാൻഡിലും ബസ്സിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ഇതുപോലെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ വീണെടുത്തൊന്നല്ല, ഇവിടെ വന്ന് അളിഞ്ഞു പോയി. എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വന്ന് വയറിറച്ച് കിട്ടി വാങ്ങിച്ചു പോയി. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എന്താ ഉണ്ടായത്? അവൻ അവന്റെ പണി നോക്കി പോയാൽ മതിയായിരുന്നല്ലോ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.